أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. صدق الله العلي العظيم. فقال نبينا وحبيبنا ومجتبانا ومرتضانا ومن جانا وهادينا ومحبوبنا ومعشوقنا محمد صلى الله عليه وسلم: الجنة والنار أدنى من شراك نعله، أو كما قال حبيبنا ونبينا محمد مصطفى. يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا قادري يا قادري يا قادري يا شيخ محي الدين عبد القادر
أجمير كل ناصري يا مطلب الحاجات خواجہ سنجري يا ربي صلي منجي الخلائق من جهنم في غدي يا صاحب الكنور كل حاضري يا مطلب الحاجات مولى القادري يا صاحب الكنيان كل حاضري يا مطلب الحاجات عبد الله القادر يا رب صل مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي يا نبي سلام يا حبيب سلام عليكم صلوات الله عليكم نبي محمد നബി മാരിലുള്ള തനിയെ തങ്ങളുടെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഷഫീഅ യാ നബി സലാം യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സ്വലവാത്തുല്ലാഹി അലൈക്കും. വിഷയത്തിലേക്ക് ആമുഖത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മബഉൽ ഹിദായ എന്ന മഹനീയമായ ദർസിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഞാനടക്കമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂടെ ഓടി നടന്ന നമ്മെ വിട്ട് പിരിഞ്ഞ വനിരായ ശൈഖുനയുടെ ശിഷ്യഗണങ്ങളിൽ ആദ്യമായി ഇഹലോകവാസം കഴിഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്ത്, ഈ സദസ്സിൽ ആ പണ്ഡിതൻ ഉണ്ട്, ആ പണ്ഡിതന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന ആ ഒരു ഓർമ്മയോടുകൂടെ തന്നെ വിട പറഞ്ഞ പ്രിയ സുഹൃത്തിന്, എൻ്റെ പ്രിയ ശരീക്കിന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്മരിച്ച് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സുഹൃത്ത്, കൈരളിയുടെ വരദാനമായി രചനയിൽ പ്രവാചക പ്രകീർത്തനങ്ങളുടെ കാവ്യാലാപനങ്ങളിലേക്ക് ജനഹൃദയങ്ങളെ പിടിച്ചുകൊണ്ടുപോയ പ്രിയപ്പെട്ട രചന പ്രിയങ്കരനായ അസീസ് മാലൂർ രചിച്ച വരികൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അല്ലാഹു നമുക്കെല്ലാവർക്കും അവസാനഘട്ടം നന്നായി കലിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗത്തിൽ പ്രിയ പണ്ഡിതനും നമുക്കും വന്യരായ ശൈഖുനയുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്ത് ആ വരികൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. സുബ്ഹാന്റെ വിളി വന്നുവതിന്നുത്തരമായി സുൽത്താൻ ഉസ്താദ് നമ്മൾ നന്ന് യാത്രയായി സുസ്മേര വചനം നെഞ്ചിലേറി ഓർമ്മയായി സുവർഗത്തെ കിളിയായവരും പാറിപ്പോയി സുവർഗത്തെ കിളിയായവരും പാറിപ്പോയി സുബ്ഹാന്റെ വിളി വന്നുവതിന്നുത്തരമായി സുൽത്താൻ ഉസ്താദ് നമ്മൾ നന്ന് യാത്രയായി സുസ്മേര വചനം നെഞ്ചിനെരിയും ഓർമ്മയായി സുവർഗത്തെ കിളിയായവരും പാറിപ്പോയി സുവർഗത്തെ കിളിയായവരും പാറിപ്പോയി പള്ളി ദർസിലൊന്ന് ചോദി പഠിച്ച സ്നേഹിത നുള്ളി നോവിച്ചാലും എന്നും ചിരിച്ച മാനിത പള്ളി ദർസിലൊന്ന് ചോദി പഠിച്ച സ്നേഹിത നുള്ളി നോവിച്ചാലും എന്നും ചിരിച്ച മാനിത പള്ളിക്കാട്ടിലേക്ക് പൊറുതി മാറ്റി നീയും പോയിതാ
പള്ളിക്കാട്ടിലേക്ക് പൊതിമാറ്റി നീയും പോയിതാ തുള്ളിയായൊഴുകുമി കണ്ണ് നീരോർമിതാ തുള്ളിയഴുകും കണ്ണു നിന്നോർമ്മ തന്നതാ സുബ്ഹാന്റെ വിളി വന്നുവതിനുത്തരമായി സുൽത്താൻ ഉസ്താദ് നമ്മളിൽ നിന്നന്ന് യാത്രയായി സുസ്മേരവദനം നെഞ്ചിലെരിയും ഓർമ്മയായി സുവർഗത്തെ കിളിയായവരും പാറിപ്പോയി സുവർഗത്തെ കിളിയായവരും പാറിപ്പോയി ജലാജലാലെന്ന് നിന്നെ മറച്ച വിധിയിലെ ഇല്ല എന്നോർക്കുവാൻ കഴിയില്ല നീ എന്നീ സദസ്സിലെ ജലാജലാലെന്ന് നിന്നെ മറച്ച വിധിയിലെ ഇല്ല എന്നോർക്കുവാൻ കഴിയില്ല നീ എന്ന് സദസ്സിലെ ഉണ്ട് ശരീക്ക് നീ എന്നെന്റെ കണ്ണിൻ മുന്നില് ഉണ്ട് ശരീക്ക് നീ എന്നെന്റെ കണ്ണിൻ മുന്നില് പണ്ട് മുതലേ ഉള്ള പോലെ മുൻനിരയില് പണ്ട് മുതലേ ഉള്ള പോലെ മുൻനിരയില് സുബ്ഹാന്റെ വിളി വന്നുവതിനുത്തരമായി സുൽത്താൻ ഉസ്താദ് നമ്മളിൽ നിന്നന്ന് യാത്രയായി സുൽത്താൻ ഉസ്താദ് നമ്മളിൽ നിന്നന്ന് യാത്രയായി ദുനിയാവിൽ കിനാവെത്രയോ നീ ബാക്കി വെച്ച് ദുരന്തത്തിൽ വിളി നിന്നെ അന്ന് മാടി വിളിച്ച് ദുനിയാവിൽ കിനാവെത്രയോ നീ ബാക്കി വെച്ച് ദുരന്തത്തിൽ വിളിയെന്ന് മാടി വിളിച്ച് വീടെന്ന സ്വപ്നം മണ്ണിലും പണി തീർന്നു കണ്ടില്ല വീടെന്ന സ്വപ്നം മണ്ണിലും പണി തീർന്നു കണ്ടില്ല കുടുംബത്തോടൊന്നിച്ചൊരു നാളതിൽ നീയും പാർത്തില്ല കുടുംബത്തോടൊന്നിച്ചൊരു നാളതിൽ നീയും പാർത്തില്ല സുബ്ഹാന്റെ വിളി വന്നുവതിനുത്തരമായി സുൽത്താൻ ഉസ്താദ് നമ്മളിൽ നിന്ന് യാത്രയായി സുൽത്താൻ ഉസ്താദ് നമ്മളിൽ നിന്ന് യാത്രയായി രാജാവെന്നവർക്കുമുള്ള പേർ നിങ്ങൾക്കെന്നും ഭാരമായി രാജാതിരാജൻ മണ്ണിൽ നിർത്തിയെന്നും മിസ്കീനായി രാജാവെന്നർത്ഥമുള്ള പേർ നിങ്ങൾക്കെന്നും ഭാരമായി രാജാതിരാജൻ മണ്ണിൽ നിർത്തിയെന്നും മിസ്കീനായി മഹത്തൂക്കൾ തന്ന പ്രാർത്ഥനയാൽ നിങ്ങൾ അന്ത്യയാത്രയായി മഹത്തൂക്കൾ തന്ന പ്രാർത്ഥനയാൽ നിങ്ങൾ അന്ത്യയാത്രയായി മണ്ണേറ തേടിപ്പോയി നിങ്ങൾ ശരിക്കും സുൽത്താനായി മണ്ണേറ തേടിപ്പോയി നിങ്ങൾ ശരിക്കും സുൽത്താനായി സുബ്ഹാന്റെ വിളി വന്നുവതിനുത്തരമായി സുൽത്താൻ ഉസ്താദ് നമ്മളിൽ നിന്നന്ന് യാത്രയായി സുൽത്താൻ ഉസ്താദ് നമ്മളിൽ നിന്നന്ന് യാത്രയായി സുസ്മേരവദനം നെഞ്ചിലെരിയും ഓർമ്മയായി സുസ്മേരവദനം നെഞ്ചിലെരിയും ഓർമ്മയായി സുവർഗത്തെ കിളിയായവരും പാറിപ്പോയി സുവർഗത്തെ കിളിയായവരും പാറിപ്പോയി സുബ്ഹാന്റെ വിളി വന്നുവതിനുത്തരമായി സുൽത്താൻ ഉസ്താദ് നമ്മളിൽ നിന്ന് യാത്രയായി സുൽത്താൻ ഉസ്താദ് നമ്മളിൽ നിന്നന്ന് യാത്രയായി ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഈ മഹത്തായ സംഗമത്തിന് താങ്ങും തണലും ഈ നാടിന് ആത്മീയ ദർശനം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മംബഉൽ ഹിദായ എന്ന മഹത്തായ ദർസിന്റെയും ദർസിൽ പഠിച്ചവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും
പ്രിയപ്പെട്ട ഉപ്പ എന്ന് നാം വിളിക്കുന്ന അത്രത്തോളം നമുക്ക് സ്നേഹം തന്നുകൊണ്ടിരിക്കുന്ന വന്യരായ ശൈഖുനാ ഉസ്താദ് അവർകളെ, ഈ പുണ്യസംഗമത്തിന് സ്വാഗതം അരുളിയ പ്രിയങ്കരനായ മുസ്തഫ ബാക്കവി ഉസ്താദ്, ഈ മഹത്തായ സംഗമത്തിന് ഉദ്ഘാടന ഭാഷണം നടത്തിയ വെളിയമ്പ്ര മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ കർമ്മധീരനായ പ്രസിഡന്റ് VM ഇബ്രാഹിം ഹാജി സാഹിബ്, ഈ മഹനീയമായ സംഗമത്തിൽ ആശംസാ ഭാഷണം നടത്തിയ മംബഉൽ ഹിദായ ഓൾ സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റും വന്യരായ ശൈഖുനാ ഉസ്താദ് ഹജ്ജിന് പോയ വേളയിലൊക്കെ നമുക്ക് കിതാബ് ഓതി തന്ന് നമ്മുടെ ഉസ്താദ് കൂടിയായ പ്രിയങ്കരനായ ഹാരിസ് ബാക്കവി ഉസ്താദ് അവർകളെ, വേദിയധന്യമാക്കിയ മംബഉൽ ഹിദായയുടെ അഭിമാനവും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഷരീക്കും കൂടിയായ പേരും പെരുമയും പ്രശസ്തിയും കേട്ട ഇന്ത്യ മഹാരാജ്യത്തെ ചെന്നൈയുടെ തീരത്തുള്ള വേലൂർ എന്ന പുണ്യപ്രദേശത്ത് മഹാനായ ധാനി ഹസ്രത്ത് നബ്ബറല്ലാഹു മർഖദഹു തങ്ങൾ പടുത്തുയർത്തിയ ബാഖിയാത്തുസ് സാലിഹാത്ത് കോളേജിലെ പ്രൊഫസറായി ജോലി ചെയ്യുന്ന വന്യരായ സാജിർ ബാക്കവി ഉസ്താദ് അവർകളെ, വേദിയെ ധന്യമാക്കിയ എന്റെ പ്രിയങ്കരനായ സുഹൃത്തും MOSFന്റെ പ്രിയങ്കരനായ സെക്രട്ടറിയുമായ അബ്ദുറഹ്മാൻ മിസ്ബാഹി ഉസ്താദ് അവർകളെ, വേദിയിൽ സന്നിഹിതരായ KK കുഞ്ഞഹമ്മദ് മാസ്റ്റർ, അന്തൂട്ടി ഹാജി സാഹിബ്, പ്രിയപ്പെട്ട കാസിം ഹാജി, മുസ്തഫ അഷ്റഫി കുടക്, അബ്ദുറഹീം ബാക്കവി പാലയോട്, KC ഷംസുദ്ദീൻ സാഹിബ്, N ഖാലിദ് ഹാജി സാഹിബ്, MK റഷീദ് സാഹിബ് തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കളെ, വെളിയമ്പ്ര മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ കർമ്മോത്സുകനായ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ സാഹിബ്, കമ്മിറ്റിയുടെ ട്രഷറർ, മറ്റു കമ്മിറ്റിയുടെ നേതാക്കളെ, ഈ മഹത്തായ സദസ്സിലും വേദിയിലും സന്നിഹിതരായ പണ്ഡിതന്മാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ പൊരുത്തം പ്രതീക്ഷിച്ച സജ്ജനായ ഈ മഹല്ലത്തിലെ തൊട്ടടുത്ത മഹല്ലുകളിലെ രക്ഷിതാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, വെള്ളരിപ്രാവുകളെ പോലെ മലക്കുകളെ ചിറകിലേറി ഇൽമിന്റെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന നുകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നാട്ടുകാരുടെ ദീനിന്റെ വെളിയമ്പ്ര എന്ന മഹത്തായ നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഓടി നടക്കുന്ന, പ്രത്യേകിച്ച് ദർസിനെ സ്നേഹിക്കുന്ന കർമ്മധീരരായ ചുണക്കുട്ടികളായ യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ പറയാനും പകർത്താനും ജീവിതത്തിൽ നമുക്കെന്നും കൊണ്ടു നടക്കാനും അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂടെ ജീവിച്ച് നാം കണ്ട് കേട്ട് നോക്കി വിളിച്ച് കൊതിരീരും മുമ്പേ വിട പറഞ്ഞ് 6 അടി മണ്ണിൽ കിടക്കുന്ന പടരുമുണ്ടിനാഥ, അവരുടെ കബറിടങ്ങൾ നീ സ്വർഗ്ഗഭവനമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചറബേ, വന്യരായ ശൈഖുനാ ഉസ്താദ് നമ്മുടെ താങ്ങാണ്, തണലാണ്. അവിടത്തിന്റെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവിടത്തിന്റെ ദറജ ഉയർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടത്തിന്റെ ഖദമിന്റെ തഹ്തിലായി ജീവിക്കുന്ന മക്കളാക്കി ഞങ്ങളെ വളർത്തണേ അല്ലാഹ്. അവിടത്തിന്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ ശൈഖുനാ മൂരിയാട് ഉസ്താദ്, അല്ലാഹുവിനെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവിടത്തിന്റെ ദറജയും ഉയർത്തണേ അല്ലാഹ്. പടച്ചറബേ, ഇതിന്റെ വേണ്ടി, ഈ ഫെസ്റ്റിന്റെ വേണ്ടി ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ കഷ്ടപ്പെട്ടോ, സഹകരിച്ചോ, സഹായിച്ചോ, ഉറക്കൊടിഞ്ഞോ, അവർക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. ഇതിലേക്ക് സംഭാവനകൾ അറിയിച്ചവർ തടി കൊണ്ട്, ധനം കൊണ്ട്, സ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട് ഇതിനു വേണ്ടി ആരൊക്കെ ഒത്താശകൾ ചെയ്തോ അവരെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെ സദുദ്ദേശവും അല്ലാഹു തആല സാധിപ്പിച്ചു തരട്ടെ. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ പേരും പെരുമയും പ്രശസ്തിയും കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ദർസാണ് മംബഉൽ ഹിദായ. കൊച്ചു കേരളത്തിനെന്ന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പലയിടങ്ങളിലും നമ്മുടെ ദർസിനെ കുറിച്ച് ചർച്ചാ ചർവണമാണ്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ പലയിടങ്ങളിലും നമ്മുടെ ദർസിന്റെ
എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒത്താശകൾ ചെയ്യാൻ പ്രിയപ്പെട്ട പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹു അവർക്ക് തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വന്യരായ ശൈഖുന ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ 1990-91 കാലയളവിൽ നാലാങ്കേരി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ തുടക്കം കുറിച്ച മഹനീയമായ ദർസാണ് ഇന്ന് ഒരു പട്ടണം കണക്കെ പരന്ന് രാജാവിന്റെ ഒരു വലിയ സംഗമത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ കൊട്ടാരം എന്ന നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാജാവായി വന്യരായ ശൈഖുനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഈ നാടിന്റെ പേര് പെരുമ നിലനിർത്തി തരട്ടെ. പ്രിയപ്പെട്ടവരെ, സമയം വളരെ വൈകിയിട്ടുണ്ട് എന്നറിയാം. എല്ലാവരുടെയും നോട്ടം എന്നിലേക്കല്ല, വാച്ചിലേക്കാണ് അല്ലേ? കാരണം സമയം ഇപ്പോൾ തന്നെ 10:32. ഇനിയിപ്പോ ഏകദേശം പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് 1 മണിയാകുമോ എന്ന ഒരു ടെൻഷനുണ്ട്. അതിലേറെ ഏതായാലും യഹിയ ബാഖവി നിന്നല്ലോ, നിന്ന സ്ഥിതിക്ക് ഇരുന്നിടത്ത് എഴുന്നിട്ട് പോകാനും സാധ്യമല്ല. ഇനി വരാത്ത കോള് വരുത്തിയിട്ട് ഫോണെടുത്ത് പുറത്തേക്ക് പോകുമല്ല. പടച്ചറപ്പ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ കാലിക പ്രസിദ്ധമായൊരു വിഷയമാണ് ഇത് നമുക്ക് ചർച്ചാ ചർവണത്തിന് വേണ്ടിയുള്ളത്. ആമുഖം നീട്ടി പരത്താതെ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് വന്യരായ ശൈഖുനയുടെ ദർസിൽ എത്താൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ് എന്ന് ഞാൻ എല്ലാ സദസ്സിലും പറയുന്നത് പോലെ വീണ്ടും ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാങ്കേരി എന്ന ഗ്രാമത്തിലേക്ക് 1999 അവസാന സമയം 2000-ഓടടുത്ത് ഞാൻ നാലാങ്കേരിയിലേക്ക് വരുമ്പോൾ വന്യരായ ശൈഖുനയുടെ അരികിൽ എന്നെയും കൂട്ടി കീഴല്ലൂർ ജോലി ചെയ്തിരുന്ന ഹസൻ ബാഖവി എന്ന പ്രിയപ്പെട്ടവരുടെ കൂടെ നാലാങ്കേരിയിലേക്ക് കടന്നു വരുമ്പോൾ വന്യരായ ശൈഖുനയുടെ ചാരത്ത് ഞാൻ എത്തി അവിടെ ഇരുന്നു. ആ നേരത്ത് വന്യരായ ശൈഖുന എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോനെ, നീ ദർസിൽ നിൽക്കില്ലേ എന്നൊരു ചോദ്യം. ആ സമയത്ത് എന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ സന്തോഷത്തിന്റെ മന്ദമാരുതൻ മനസ്സിലേക്ക് അടിച്ചു വീശിയത് അവിടുത്തെ ചുണ്ടിൽ നിന്ന് നിർഗരിച്ച ഒരൊറ്റ വാക്കാണ് മോനെ എന്ന ഒരു വിളി, സ്നേഹത്തോടെയുള്ള വിളി. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്ന് തന്നെ പറയാം, പിതാവ് നൽകിയതിനേക്കാൾ മാതാവ് നൽകിയതിനേക്കാൾ ഏറെ സമാധാനത്തിന്റെ വിളി തന്നത് എന്റെ വന്യരായ ശൈഖുനയാണ്. അന്ന് വന്യരായ ശൈഖുനയുടെ തർബിയത്തിൽ നിൽക്കാൻ അല്ലാഹു തആല ആ പുണ്യമേറിയ സമയത്ത് ദർസിലേക്ക് വരാനും ഇതുവരെ എത്താനും സൗഭാഗ്യം നൽകിയത് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്തുപോകുന്നു. കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാവാം. കാരണം ചെറിയ പ്രായത്തിലെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വന്യരായ ശൈഖുനയെ കുറിച്ച് കേട്ട എനിക്ക് അവിടത്തിന്റെ ദർസിലെത്തണമെന്ന്. ആദ്യം ഞാൻ പഠിച്ചത് വേറൊരു ദർസിലായിരുന്നു. 1996 വേറെ ഒരു ദർസിൽ ഞാൻ പോയി. 98 ലാസ്റ്റ്, അവിടെ നിന്ന് 99 അവിടെ നിന്ന് അങ്ങോട്ട് നാലാങ്കേരിയിലേക്ക് പോകുന്ന സമയം വരെ വേറൊരു ദർസിലായിരുന്നു. അവിടെ നിന്ന് ദർസ് പഠിപ്പിച്ച ഉസ്താദിന്റെ സമ്മതത്തോടെ നാലാങ്കേരിയിൽ എത്തുന്നത്. അൽഹംദുലില്ലാഹ്, വന്യരായ ശൈഖുനയുടെ സവിധത്തിലേക്ക് എത്തിയ അന്ന് എന്റെ മനസ്സിലേക്ക് സ്വർഗത്തിലെത്തിയ ഒരു പ്രതിനിധിയാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടായത്. കാരണം എന്താണെന്നറിയോ? സ്നേഹം തന്ന, വാത്സല്യം തന്ന, ഏറ്റവും വളരെ സ്നേഹത്തോടെ നമ്മെ സ്വീകരിച്ച വന്യരായ ശൈഖുന അവിടത്തിന്റെ തർബിയത്തിൽ ജീവിക്കാൻ അല്ലാഹുവേ നമുക്കെല്ലാവർക്കും ഭാഗ്യം തരണേ അല്ലാഹ്. ആമീൻ വരട്ടെ. മുഅ്മിനീങ്ങളെ, ഭാഗ്യം തരണേ അല്ലാഹ്. അന്ന് ഞാൻ അവിടെ ദർസിൽ പഠിക്കുമ്പോ എന്റെ കൂടെ ശരീക്കായിട്ടുണ്ടായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇന്ന് വേദിയിലുള്ള എന്റെ പ്രിയപ്പെട്ട സാജിർ ബാഖവി ഉസ്താദ്, അതുപോലെ പ്രിയങ്കരനായ കണ്ണൂർ ജില്ലാ ജമാഅത്തുൽ മുഅല്ലിമീന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുറഹ്മാൻ മിസ്ബാഹി ഉസ്താദ് അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട ശരീക്കന്മാർ, അഥവാ ഒന്നിച്ച് ദർസിൽ പഠിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, അങ്ങനെ ഏകദേശം 12ഓളം ആളുകൾ നമ്മുടെ ശരീക്കന്മാരായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ശരീക്കന്മാരിൽ നാട്ടിലുള്ളവരിൽ അധികവരും ഇന്ന് ഈ സദസ്സിലുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശരീക്കന്മാരുടെ കൂട്ടത്തില് ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവേണ്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ഓർത്തു പോകുന്നു, നാലാങ്കേരിയിൽ നിന്ന് കലണ്ടർ വിൽക്കാൻ വരെ ഒന്നിച്ച് ഞാൻ പോയിരുന്നത് ഇട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ശരീഅത്ത് സുൽത്താൻ ബാഖവി എന്ന പണ്ഡിതന്റെ കൂടെയായിരുന്നു.
അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് തൊട്ടടുത്ത തെരുവത്ത് എന്ന് പറയുന്ന കുഴൽമന്ദത്ത് ഇറങ്ങിയിട്ട് ഒരോട്ടോയിൽ പോയി തെരുവത്ത് എന്ന് പറയുന്ന ഒരു കുടുംബം അവിടെയുണ്ടവർക്ക്. എന്നാൽ ആ നാട്ടിൽ വരെ കലണ്ടർ വിൽക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ വന്നിരുന്നത് സുൽത്താൻ ബാക്കവി എന്ന പ്രിയ സുഹൃത്തായിരുന്നു. ആ ജീവിതത്തിലൊക്കെ ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് തന്നിട്ടുള്ളത്. കാരണം ഇത്ര പെട്ടെന്ന് വിട പറയുമെന്ന് അറിഞ്ഞത് കൊണ്ടാവാം അധികവും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അവർക്ക് നോമ്പായിരുന്നു. എപ്പോഴും അവർ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പ് പിടിച്ച് ജീവിച്ചവരായിരുന്നു. വാഖിയാത്തിൽ പഠിക്കുന്ന കാലത്ത് വരെ അങ്ങനെ ഒരു സമ്പ്രദായം അവരിലുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് വിട പറയുമെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം വളരെ പ്രസക്തമാണല്ലോ. മരണത്തിനെ കുറിച്ചാണ് നമ്മുടെ വിഷയം എന്നിവിടെ ചർച്ചാ ചർവണം വെക്കപ്പെട്ടിട്ടുള്ളത്. മരണത്തെ കുറിച്ച് പറയുമ്പോൾ ആ പ്രിയ പണ്ഡിതനിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ ഓരോരുത്തരുടെയും ഘട്ടം എങ്ങനെയെന്ന്. അല്ലാഹുവേ, നമ്മുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ആമീൻ വരട്ടെ. മുഅ്മിനീങ്ങളെ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ പേര് നമ്മുടെ നോട്ടീസിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകുമല്ലോ. സമാപന മഹാസമ്മേളനത്തിന്റെ ആ ഒരു സദസ്സില് വേദിയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത പേരില് അതിൽ സുൽത്താൻ ബാക്കവി ഇടുമ്പ എന്ന പേര് ഈ നോട്ടീസ് അടിക്കുമ്പോ ഫെസ്റ്റ് സമ്പ്രദായം അഥവാ നമ്മുടെ ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കാനുള്ള യോഗം ചേരുമ്പോ ആ പ്രിയപ്പെട്ട പണ്ഡിതൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഫെസ്റ്റ് ഇന്ന് നടക്കുമ്പോഴോ അവരുടെ പേരിലുള്ള നഗരല്ലേ ഇവിടെ വെക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് സുൽത്താൻ ബാക്കവിയുടെ നഗരിയാണ് ഇവിടെ വെക്കപ്പെട്ടതെങ്കിൽ നാളെ അതല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ആരുടെ പേരാണെന്നറിയില്ല. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആമീൻ വരട്ടെ. മുഅ്മിനീങ്ങളെ, ഉറക്കൊന്നും പ്രശ്നമാക്കണ്ട. ആമീൻ നല്ലോണം വരട്ടെ. അല്ലാഹുവേ, നീ നമ്മുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഒന്നുകൂടി ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ആ പണ്ഡിതന്റെ വേർപാട് കാലയെ കൂട്ടി കണ്ടതുപോലെയാണ് അദ്ദേഹത്തിന്റെ ജീവിതമുണ്ടായിരുന്നത്. വന്യരായ ശൈഖുനയുടെ അരികിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആഗ്രഹം ശൈഖുനാക്കും ദർസ് മക്കൾക്കും വെള്ളം കൊടുക്കുക എന്ന ആഗ്രഹമാണ്. എപ്പോഴും നേരം വെളുത്ത് സുബഹ് നിസ്കാരം കഴിഞ്ഞ് നാം അവിടുന്ന് ഖുർആനോത്ത് കഴിഞ്ഞ് ചായ കുടിക്കാനൊരുങ്ങുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ചായ റെഡിയാക്കി വെക്കാറുണ്ടായിരുന്നത് പ്രിയപ്പെട്ട സുൽത്താൻ ബാക്കവി എന്ന പണ്ഡിതനായിരുന്നു ദർസിൽ പഠിക്കുന്ന കാലത്ത്. മാത്രമല്ല, ഭക്ഷണം പാകം ചെയ്യാൻ പോലും ആ പ്രിയപ്പെട്ട പണ്ഡിതൻ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചിരുന്നു. മാത്രമല്ല, ഇബാദത്തിന്റെ വിഷയമാണെങ്കിലും ഏതൊരു ആത്മീയ സദസ്സിലാണെങ്കിലും മുൻപന്തിയിൽ അവരുണ്ടാകുമായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് അവരുടെ ഒരു അനുസ്മരണം പോലെ പറയേണ്ട ഒരു ഘട്ടമാകും. അത്രയും വിശാലമായി പറയേണ്ട ഒരു പ്രിയപ്പെട്ട സഹോദരനായിരുന്നു. എന്നാൽ അദ്ദേഹം വിട പറയുന്നതിന്റെ തൊട്ടുമുമ്പ് അദ്ദേഹം ജോലി ചെയ്തിരുന്ന ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് നാട്ടിലേക്ക് വിട പറയുന്നതിന്റെ തൊട്ടുമുമ്പയുള്ള ഞായറാഴ്ച വരുമ്പോ അവിടെയുള്ള പ്രിയങ്കരനായ സെക്രട്ടറി, ആ കമ്മിറ്റിയുടെ സെക്രട്ടറി താഹിർ മിസ്ബാഹി എന്ന പ്രിയങ്കരനായ സുഹൃത്തായിരുന്നു. അദ്ദേഹം അവിടെ ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് സേവനം ചെയ്യുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ അഥവാ അവിടുത്തെ സ്റ്റാഫായി ജോലി ചെയ്യുന്ന പ്രിയങ്കരനായ സുൽത്താൻ ബാക്കവി എന്ന പണ്ഡിതൻ ഒരാളോടും തന്റെ വിഷമം പുറത്ത് പറയാറുണ്ടായിരുന്നില്ല. ഒരാളോടും ഒരു പ്രയാസം പറയാറുണ്ടായിരുന്നില്ല. അവിടുന്ന് നാട്ടിലേക്ക് വരുമ്പോ ആ താഹിർ മിസ്ബാഹി എന്ന സെക്രട്ടറിയോട് പറഞ്ഞ പോലും ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, ഇനി എങ്ങനെയാണ് എന്റെ വരവെന്നറിയില്ല, പക്ഷേ ചില പ്രയാസങ്ങളൊക്കെ എനിക്കുണ്ട്. ഈ മഹലിൽ നിങ്ങളൊക്കെ എനിക്ക് ദുആ ചെയ്യണമെന്ന ഒരു വാക്ക് കൊടുത്തിട്ട് വന്നു. അവൻ കരുതിയില്ല എന്താണ് ഈ പറഞ്ഞതിന്റെ രഹസ്യമെന്ന്. മുഅ്മിനീങ്ങളെ, ആ പ്രിയപ്പെട്ട പണ്ഡിതൻ നാട്ടിലേക്ക് വന്നു. അതിനു മുമ്പ് കഴിഞ്ഞ മജ്‌ലിസിനോട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വന്യരായ ശൈഖുനയുടെ ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനാ മജ്‌ലിസിൽ ഇവിടെ വന്നുകൊണ്ട് പങ്കെടുത്ത പണ്ഡിതനായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാട്ടിലേക്ക് വന്നു. അവിടെ അങ്ങോട്ട് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഉൾഭാഗമെങ്കിലും പെട്ടെന്ന് അവിടെ നിന്ന് തേച്ച് ഉദ്ഘാടനം പെട്ടെന്ന് നടത്താമെന്ന് കൊതിച്ച ആ പ്രിയപ്പെട്ട പണ്ഡിതൻ വീട്ടുമുറ്റത്ത് ജോലിക്കാരുടെ കൂടെ മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയാതെ അവർക്കൊരു വേദന വരുന്നു.
താങ്ങിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വാർത്ത കേട്ട സമയത്ത് തന്നെ പ്രിയസഖി കരയുകയാണ്. ആ പ്രിയസഖിയുടെ നെഞ്ചത്ത് നിന്ന് വേദനിക്കുന്ന ഗതിഗതം വെടികളായി വെടിക്കുകയാണ്. പൊന്നുമക്കൾ ഉപ്പയുടെ പ്രയാസം കണ്ട് കരയുകയാണ്. കുടുംബക്കാർ വല്ലാത്ത വേദനയിലാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പടി ആ പ്രിയപ്പെട്ട ശരീഫ് മരണപ്പെട്ടു. എന്റെ സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മരണവാർത്ത കേൾക്കുമ്പോ ഒന്ന് തെരിച്ചു പോയി, ഒന്ന് ഞെട്ടിത്തെരിച്ചു പോയി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത എന്റെ വന്യരായ ശൈഖുനാ ഉസ്താദിനെ എങ്ങനെ അറിയിക്കുമെന്നുള്ള ആ ഒരു ഘട്ടത്തിൽ വളരെ പ്രയാസത്തോടെ ബന്ധപ്പെട്ടവർ ശൈഖുനാനെ വിഷയം അറിയിക്കുമ്പോ നേരത്തെ വന്യരായ ഹാരിസ് ബാഖവി ഉസ്താദ് പറഞ്ഞത് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് പറയട്ടെ. സ്വന്തം മക്കളെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന വന്യരായ ശൈഖുന, അവിടത്തിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട പ്രിയങ്കരനായ സുൽത്താൻ ബാഖവി എന്ന പണ്ഡിതന്റെ വേർപാട് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയാത്തൊരു വേദനയാണ് അവർക്കുണ്ടായത്. അല്ലാഹുവേ, എന്റെ ശൈഖുനാക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ, ക്ഷമ നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ആ പ്രിയപ്പെട്ടവരുടെ മയ്യിത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാ. സുൽത്താൻ ബാഖവി എന്ന പേര് റൂഹ് പിരിയലോടെ മാറിയല്ലോ. എന്റെ വെളിയമ്പ്രയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ദിനം നമ്മിലേക്ക് ആത്മാവ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമെന്ന ചിന്ത വേണോ നമ്മുടെ ഹൃദയത്തിൽ? എപ്പോഴും ആ ചിന്ത വെച്ച് ജീവിക്കണേ. ആ പ്രിയപ്പെട്ട പണ്ഡിതൻ അറിഞ്ഞില്ല ഇത്ര പെട്ടെന്ന് എന്റെ വേർപാടുണ്ടാകുമെന്ന്. ഞാനടക്കമുള്ള സുഹൃത്തുക്കൾ അറിഞ്ഞിരുന്നില്ല ഇത്ര പെട്ടെന്ന് കണ്ടു കേട്ട് വിളിച്ചു പൊതുതീരും മുമ്പേ പ്രിയപ്പെട്ട സുഹൃത്ത് വിട പറഞ്ഞു പോകുമെന്ന്. ആ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് വീട്ടിലേക്കൊന്ന് കൊണ്ടുപോയി വെക്കുമ്പോ ആയിരക്കണക്കിന്റെ പണ്ഡിതന്മാരാണ് ആ വീട്ടിൽ കയറി ഇറങ്ങിയത്. അവസാനം ആ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കാൻ ഒരുങ്ങുമ്പോ അവരുടെ മയ്യത്ത് അവിടെ നിന്ന് കവൺ ചെയ്ത മയ്യത്ത് കട്ടിലേക്ക് അങ്ങ് വെക്കുമ്പോ പ്രിയപ്പെട്ട ഇളയ പൊന്നുമകനുണ്ട്. ആ പൊന്നുമകൻ അവിടെ നിന്ന് വാടിയുണ്ട് ഓടിയെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് ആ പിതാവിന്റെ മയ്യത്ത് നോക്കിയിട്ട് ആ പൊന്നുമകൻ വിതുമ്പി പറയുന്ന ഒരു വാക്ക്, ആ മകന്റെ കണ്ണിൽ നിന്നിരിക്കുന്ന കണ്ണുനീര് ആ വാക്കാണ് പുറത്തേക്ക് എത്തിച്ചത്. എന്താണ് ആ മകന്റെ ചുണ്ടിൽ നിന്ന് നിർഗമിക്കുന്ന രംഗം? അഥവാ ആ പൊന്നുമോന്റെ മുഖത്ത് നിന്ന് ആ ഒരു ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന മൂകമായ സ്വരമാണ് കേട്ടത്. ഉപ്പാ, വെള്ളപ്പുതപ്പും പുതച്ചു ഉപ്പ പോവുകയാണോ ഉപ്പാ? ഉപ്പയുടെ താരാട്ട് പാട്ട് കേൾക്കാൻ കൊതിയുണ്ടോ ഉപ്പാ? ഉപ്പ എന്നെയൊന്ന് മാറോട് ചേർക്കുമോ ഉപ്പാ? ഉപ്പ എന്നെയൊന്ന് അരികിലേക്ക് വിളിക്കുമോ ഉപ്പാ? ഉപ്പയുടെ ആ ഒരു ചൂടേറുന്ന ചുംബനം ലഭിക്കാൻ കൊതിയുണ്ടുപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നമോന് സഹിതെന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട പൊന്നമോന് പിതാവിനെ നോക്കിയിട്ട് ആ വാക്കുകളുടെ സ്വരം അവിടെ നിന്ന് കുട്ടിയുടെ കണ്ണിൽ നിന്ന് നിർഗമിക്കുന്ന കണ്ണനേരിലൂടെ ഹൃദയത്തിൽ നടിക്കുന്ന ഗതിഗതത്തിലൂടെ പുറത്തു വരുമ്പോ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ കൂടി നിന്ന് നിങ്ങളെല്ലാവരും പ്രയാസപ്പെട്ടല്ലോ. ആ പൊന്നമോന് ഉപ്പായുടെ മയ്യത്തുവിന്റെ കൂടെ പള്ളിയിൽ വന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടങ്ങ് വെച്ചു. വന്യരായ ശൈഖുനാ ഉസ്താദ് ഇടറുന്ന സ്വരത്തോടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എല്ലാവരോടും പറയുകയാ. മയ്യത്ത് നിസ്കാരത്തിന് മുന്നേ ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാ. പ്രിയപ്പെട്ടവരെ, ഒരു കണക്കിന് സുൽത്താൻ ബാഖവി എന്ന പണ്ഡിതൻ വലിയ ഭാഗ്യവാനാ. എങ്ങനെ ഭാഗ്യമെന്നറിയോ? വന്യരായ ശൈഖുനയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥന. അവിടുന്ന് വന്യരായ ശൈഖുന അവിടത്തിന്റെ ഗുരുവന്യരെ ക്ഷണിക്കുകയാണ്. എന്തിനെന്നറിയോ? അവിടെ എത്തിയ വന്യരായ ശൈഖുന മുടിയാട് ഉസ്താദ് എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ ഇമാമായി നിൽക്കട്ടെ. മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി വന്യരായ ശൈഖുന മുടിയാട് ഉസ്താദ് അവിടുത്തെ നേതൃത്വം നൽകുമ്പോ നൂറുകണക്കിന് പണ്ഡിതന്മാര് പിറകിലുണ്ടല്ലോ. ഒരുപാട് രക്ഷിതാക്കളുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവരും കണ്ണിൽ നിന്ന് കണ്ണുനീരെടുക്കിയിട്ട് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്തു. അവരുടെ മയ്യത്തങ്ങെടുത്തിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ
ഞാനടക്കമുള്ള സുഹൃത്തുക്കളുടെ കണ്ണിൽ നിന്ന് വേദനിക്കുന്ന കണ്ണുനീരാണ് ഒഴുകി വന്നത്. പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയിട്ട് ആരുടെ മണ്ണിലേക്കൊന്ന് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, ആ മണ്ണറയിലേക്കൊന്ന് താഴ്ത്തി വെക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മണ്ണിലേക്ക് ചെറുപുടിയിലേക്കൊന്ന് കിടത്തുമ്പോ മൂടുപലകയങ്ങ് വെക്കുമ്പോ 3 പൊടി മണ്ണെല്ലാവരും അങ്ങ് വാരിയെടുത്തിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ 3 പൊടി മണ്ണങ്ങ് ഖബറിലേക്ക് ഇടുമ്പോ ആ ഖബറിലുള്ള മൂടുപലകയുടെ മേലെ ഇടുന്ന മണ്ണേതാ? ആ മണ്ണിടുന്നത് സുൽത്താൻ ബാഖവി എന്ന പണ്ഡിതന്റെ മുകളിലല്ലോ. അവിടെ അവർ ബാക്കി വെച്ചു പോയ ഒരുപാട് അഭിലാഷങ്ങളുടെ മുകളിലാ മണ്ണിടുന്നത്. തനിക്കൊരു വീട് വേണമല്ലോ, തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ഉയർച്ച കാണണമല്ലോ, വന്യരായ ശൈഖുനയുടെ കൂടെ ഇനിയും ജീവിക്കണമല്ലോ, ഹിദായയുടെ നടക്കാതിരിക്കുന്ന ദർസ് ഫെസ്റ്റില് ഞാനും ഒരംഗമായിട്ട് മുന്നിലുണ്ടാവണമല്ലോ, നാട്ടിലുള്ള ഓരോ കാര്യങ്ങളിലും ഞാനും ഓടി നടക്കണമല്ലോ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊരു സഹായം ചെയ്യണമല്ലോ, ഭാര്യയെയും മക്കളെയും കൂട്ടിയിട്ട് സന്തോഷത്തോടെ വീട്ടിൽ കൂടണമല്ലോ. ഇങ്ങനെ എന്തൊക്കെ അഭിലാഷ സാക്ഷാത്കാരങ്ങളുണ്ടോ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ, സാക്ഷാത്കരിക്കാൻ കഴിയാതെ ഇവിടെ പറഞ്ഞു പോയ പണ്ഡിതന്റെ ശരീരത്തിലേക്കല്ല നമ്മൾ വലിച്ചെറിഞ്ഞ മണ്ണ്, അഥവാ അവരുടെ അഭിലാഷങ്ങളുടെ മുകളിലാണ് മണ്ണിട്ടത്. അല്ലാ, ആ പണ്ഡിതന്റെ ഖബറ് സ്വർഗ്ഗഭവനമാക്കണേ അല്ലാ. വരട്ടെ മുഅ്മിനീങ്ങളെ, ഇന്ന് പണ്ഡിതനാണെങ്കിൽ ഇനി ആരാണ് ആരുടെ മണ്ണിലേക്ക് പോകുന്നവരെന്ന് പറയാനറിയില്ല. അല്ലാഹുവേ, ഖബറ് വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ആമീൻ പറയണം എന്റെ മുഅ്മിനീങ്ങളെ, ഖബറ് വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. അദ്ദേഹം ജീവിച്ചത് മിസ്കീനായിട്ടോ, പേര് രാജാവെന്നർത്ഥമുള്ള പേരാണ്. എന്നാൽ ഈ കൊട്ടാരം എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ന് ദർസ് ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോ സുൽത്താൻ എന്ന പേരുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്റെ നാമത്തിൽ നഗരം നൽകപ്പെടുമ്പോ, അല്ലാഹുവേ, രാജാവെന്ന പേരുള്ള പേരിനർത്ഥമുള്ള പണ്ഡിതന് നീ ഖബറിൽ രാജപദവി നൽകണേ അല്ലാ. നാളെ പരലോകത്ത് സ്വർഗലോകത്ത് നമുക്കും അവർക്കും ഒന്നരായ ശൈഖുനയുടെ തർബിയത്തിനായിട്ട് ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. എന്നിട്ട് ശൈഖുനാന്റെ കൂടെ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാകപ്പെട്ട കരം കൊണ്ട് കോരിത്തരുന്ന ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വിഷയം തന്നെ മരണമെന്ന പ്രതിഭാസമാണല്ലോ. അത് വിദൂരത്തിന്റെ അടുത്താണ്. ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് വിട പറയുക എന്നൊരാൾക്കും അറിയില്ല. ഓരോരുത്തരുടെയും മരണസമയം അല്ലാഹുവിന്റെ അടുക്കൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ വേദന വല്ലാത്തതാ, സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. ആ വേദന താങ്ങാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മരണനേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ കവാടം കാണിച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മരണത്തിന്റെ വേദനയെക്കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ വിവരിക്കുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തി മഹാന്മാരായ പണ്ഡിതന്മാർ. അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ. അല്ലാഹുവേ, ഇന്നക തഅഖുദുർ റൂഹ, നീ ആത്മാവിനെ പിടിക്കുന്നവനാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ, ഞരമ്പുകളിലൂടെ, കണിപ്പുകളിലൂടെ, അപ്രകാരം തന്നെ വിരൽ തുമ്പുകളിലൂടെ ആത്മാവിനെ പിടിക്കുന്നവനാണല്ലോ നീ അല്ലാഹ്.
അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത്ത്, എന്റെ മരണനേരത്ത് എന്നെ നീ ഒന്ന് സഹായിക്കണേ അല്ലാഹ്. വഹബ്ബിൻഹു അലയ്യ, ആ മരണനേരത്ത് എനിക്ക് വേദന ലഘൂകരിച്ച് തരണം അല്ലാഹ്. പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയുടെ ഹൃദയഭാഗമാകുന്ന ഭാവിയിൽ അടുത്ത് തന്നെ എയർപോർട്ട് വരാനിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ മട്ടന്നൂർ എന്ന പട്ടണമുണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്തായിട്ട് പച്ച പരവതാനി വിരിച്ച പുൽമേടുകളെ കൊണ്ടും കലകളാരവം മുടക്കിയൊഴുകുന്ന പുഴകളെ കൊണ്ടും അല്ലാഹു ധന്യമാക്കിയ വെളിയമ്പ്ര എന്ന പച്ചപ്പുകൾ കൊണ്ട് അല്ലാഹു ധന്യമാക്കിയ ഈ ഒരു മഹത്തായ നാട്ടില് അല്ലാഹുവിന്റെ കാവൽപടന്മാരായ ഇൽമിന്റെ പ്രകാശമായ മുതഅല്ലിമീങ്ങൾ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ മസ്ജിദിന്റെ ചാരത്ത് മംബഉൽ ഹിദായയുടെ ദർസ് ഫസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഈ ഒരു പ്രഭാഷണത്തിന്റെ മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഈമാനുള്ള എന്റെ രക്ഷിതാക്കളെ, അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്ത പ്രാർത്ഥനയാണ്, അല്ലാഹുവേ മരണനേരത്ത് നീ ഒന്ന് ലഘൂകരിച്ചു തരണേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഒരു ആവേശം വരാത്ത ആമീൻ വരട്ടെ. അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. ഒരു 3 സലാത്ത് എല്ലാവരും ബർക്കത്തിന് വിളിച്ചില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നമ്മുടെ സ്വലാത്ത് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക, മരണനേരത്ത് ആത്മാവ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വരുമത്രേ. നല്ല മനുഷ്യനാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മരണനേരത്ത് 2 മലക്കുകൾ വരുമത്രേ. ആ മലക്കുകളുടെ പേര് റഖീബ് അതീദ് അലൈഹിസ്സലാം. നമ്മുടെ ഇടത് വലത് വശങ്ങളിൽ നിൽക്കുന്ന 2 മലക്കാണ്. ആ മലക്ക് മരണനേരത്തും നമ്മുടെ അരികിലേക്ക് വരുമത്രേ. മരണമെന്നത് എല്ലാവരെയും വിധിക്കുന്നതാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. എല്ലാ ശരീരവും മരണത്തെ രുചിച്ച് നോക്കുന്നതാണ്. അതെപ്പോഴാണെന്ന് പറയാനറിയില്ല, അതെപ്പോഴാണെന്ന് അറിയാൻ കഴിയില്ല, എവിടെ വെച്ചാണെന്ന് പറയാൻ കഴിയില്ല. ഫബിഅയ്യിൽ ബിലാദി യുഖ്ബദു റൂഹി, ഫബിഅയ്യിൽ ബിലാദി യുഹ്ഫറു ഖബ്രി. ഏത് നാട്ടിലാണ് എന്റെ ആത്മാവ് പിടിക്കുക, ഏത് നാട്ടിലാണ് എനിക്ക് ഖബർ കുടിച്ചു വെക്കുക, പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൽക്കുന്ന യഹ്യാ ബാഖവി എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അഥവാ നിങ്ങളുടെ കൂടെ ഒരംഗമായിട്ട് ഈ ദർസ് ഫസ്റ്റിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം അല്ലാഹു എനിക്ക് നൽകിയപ്പോ എന്റെ മരണം എവിടെയെന്ന് എനിക്കറിയില്ല, എവിടെയാണ് എനിക്ക് ഖബർ കുടിച്ചു വെക്കുന്നതെന്നും എനിക്കറിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഏത് നിമിഷവും അതിന്റെ വേണ്ടി നിങ്ങൾ ഒരുക്കം കൂട്ടണേ എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, മരണനേരത്ത് റഖീബ് അതീദ് അലൈഹിസ്സലാത്തു വസ്സലാം വരുമത്രേ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിൽ കൃത്യമായി നിസ്കരിക്കുന്നവനാണ്, നോമ്പനുഷ്ഠിക്കുന്നവനാണ്, ധർമ്മം ചെയ്യുന്നവനാണ്, ഒരാളെയും വേദനിപ്പിക്കാത്തവനാണ്, ഒരാളെയും നോവിക്കാത്തവനാണ്, സൽപ്രവർത്തനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചവൻ.